ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം. നാമെല്ലാം ഈ പ്രപഞ്ച വസ്തുക്കളെല്ലാം സത്യമാണെന്നും ഇത് കിട്ടിയാൽ മാത്രമേ നാം സംതൃപ്തരാകൂ എന്നെല്ലാം ധരിച്ച് യഥാർത്ഥമായ സത്യമെന്തെന്ന് ബോധിക്കാതെ ഭ്രമിച്ചുകൊണ്ട് കാലം കഴിയുന്നു. എന്നാൽ ഈ പ്രപഞ്ചത്തിലെ വസ്തുക്കൾ ഓരോന്നും താൻ ആശ്രയിച്ചവ അനുനിമിഷം നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ തനിക്ക് ദുഃഖമാണുണ്ടാകുന്നത്. ആ ദുഃഖത്തെ നിവർത്തിക്കാൻ മറ്റൊരു വസ്തു സ്വീകരിച്ച് താൻ സുഖിക്കാമെന്ന് കരുതുന്നു. അങ്ങനെ വസ്തുക്കൾ മാറി മാറി അനുഭവിച്ചാലും തനിക്ക് സ്വസ്ഥത കൈവരിക്കാൻ സാധിക്കുന്നുമില്ല. ഇപ്രകാരം ഓരോ മനുഷ്യനും ആയുഷ്കാലം മുഴുവനും വസ്തുക്കളെ മാറി മാറി അനുഭവിച്ചിട്ടും തനിക്ക് കൃതാർത്ഥത വരുന്നില്ല. അപ്പോൾ അന്ത്യകാലത്ത് നിരാശയാലും ഭയത്താലും ഈ ദേഹത്യാഗം ചെയ്യേണ്ടതായും വരുന്നു. ഇതാണ് സാധാരണ എല്ലാ മനുഷ്യരുടെയും അവസ്ഥ. അതിനാൽ ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയേന്തി സത്സംഗ സൗഭാഗ്യമുടാത്മവിദ്യ ശീലിക്കുവാനാണ് മനുഷ്യജന്മം. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യജന്മം എടുത്തിരിക്കുന്നത് എന്ന് കവി നമുക്ക് വ്യക്തമാക്കി തരുകയാണ്. എന്ത്? ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയേന്തി. ദുഃഖത്തെ പ്രദാനം ചെയ്യുന്ന ഈ ദൃശ്യവസ്തുക്കൾ എന്താ ദുഃഖമുണ്ടാവാൻ കാരണം? അവ സുഖം തരുന്നില്ലെന്നു മാത്രമല്ല, ആശ്രയിക്കപ്പെട്ട വസ്തു നാശത്തിനും വിധേയമാണ്. അതാണ് ഉണർവോടുകൂടി ഈ ദൃശ്യവസ്തുക്കളിലുള്ള ഭ്രമം വെടിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇവയിലുള്ള ആസക്തിയെ ഉപേക്ഷിക്കണം. അതാണ് ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയേന്തി. നമ്മുടെ മനസ്സിൽ വിരക്തി വരണം. ഈശ്വരനോട് ഭക്തിയും പ്രപഞ്ച വസ്തുക്കളോട് വിരക്തിയും. ഈ പ്രപഞ്ച വസ്തുക്കളോട് വിരക്തി വരണമെങ്കിൽ ഈ വസ്തുക്കളെല്ലാം അനിത്യവും ക്ഷണികവും തുച്ഛവും ദുഃഖപ്രദവുമാണെന്ന് ബോധിക്കണം. ഇവയെല്ലാം തന്നെ നിത്യമല്ല എന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നതല്ല, നിസ്സാരമാണ്. സാരമായ ആത്മാവിനെ നാം അറിയുമ്പോൾ ഇവയെല്ലാം നിസ്സാരമാണെന്ന് അപ്പോൾ മനസ്സിലാകും. ദൈവത്തിൻ്റെ മുമ്പിൽ നാം നിസ്സാരനായാൽ നമ്മൾ സാരമുള്ളതായിത്തീരും. ദൈവത്തിൻ്റെ മുമ്പിൽ നിസ്സാരനായാൽ നീ സാരമുള്ളതായിത്തീരും. നമ്മൾ ഓരോരുത്തരും സാരമുള്ളതായി തീരണമെങ്കിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ നിസ്സാരന്മാരാകണം. നിസാരം, നീ സാരം, ഇത് രണ്ടും പ്രാസവും ഒപ്പിച്ച് അർത്ഥഭംഗിയുള്ള രണ്ട് പദങ്ങളാണ്. ഇപ്രകാരം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിസാരന്മാരാവുകയും നാം സാരമുള്ളവരായിത്തീരുകയും ചെയ്യണം. അതാണ് പറയുന്നത്, ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയേന്തി. ഉണർവോടുകൂടി നമ്മൾ മന്ദബുദ്ധിയോടുകൂടി ഈ ലോകത്തെ കാണുമ്പോഴാണ് ഇതൊക്കെ നമുക്ക് സുഖപ്രദമാണ് എന്ന് തോന്നുന്നത്. എന്നാൽ ഇവയൊന്നും തന്നെ സുഖപ്രദമല്ല എന്ന് വിവേകപൂർവ്വം നോക്കിയാൽ മനസ്സിലാകുന്നതാണ്. ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയേന്തി. നമ്മുടെ ഉള്ളിൽ വിരക്തിയും ഈ വസ്തുക്കളുടെ ഭ്രമം ഉപേക്ഷിക്കുകയും ചെയ്താൽ സത്സംഗ സൗഭാഗ്യമുടാത്മവിദ്യ. സത്സംഗം, സത്തുക്കളായ സജ്ജനങ്ങളുമായുള്ള സംസർഗം ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്താണെന്ന്
നമുക്ക് ബോധ്യമാകും. അതാണ് ആത്മവിദ്യ. ആത്മവിദ്യ നേടുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം. അതാണ് സത്സംഗ സൗഭാഗ്യമൊടൊത്തു വിദ്യ. സത്സംഗ സൗഭാഗ്യമൊടാത്മവിദ്യ ശീലിക്കുവാനാണ് മനുഷ്യജന്മം. ആത്മവിദ്യ ശീലിക്കാൻ, ആത്മാനുഭൂതി നേടണമെങ്കിൽ, ആത്മാനുഭൂതി നമുക്കുണ്ടാവണമെങ്കിൽ ആത്മവിദ്യ സ്വായത്തമാക്കണം. ആത്മവിദ്യ നേടണമെങ്കിൽ സത്തുക്കളുമായുള്ള സംസർഗം വേണം. മഹത്തുക്കളുമായി സംസർഗം ചെയ്യുമ്പോൾ നമുക്ക് ആത്മവിദ്യയുടെ മഹത്വം മനസ്സിലാവുകയും ആത്മവിദ്യ ആർജിക്കുവാൻ നാം തയ്യാറാവുകയും ചെയ്യുന്നു. അതിനു വേണ്ടിയാണ് മർത്യജന്മം എടുത്തു വന്നിരിക്കുന്നത്. ഉണർന്നു ദുഃഖാത്മക ദൃശ്യവസ്തു ഭ്രമം വെടിഞ്ഞുള്ളിൽ വിരക്തിയോടെ സത്സംഗ സൗഭാഗ്യമൊടാത്മവിദ്യ ശീലിക്കുവാനാണ് മനുഷ്യജന്മം.